ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇതാ രാവിലെ തന്നെ ക്ലീനിങ്ങിലാണ് കേട്ടോ. സ്കൂളിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ഒക്കെ പാടൊരു ക്ലീനിങ്ങാണ്. അപ്പോൾ അതാ തുടക്കണ പരിപാടിയിലൊക്കെയാണ് ഗൈസ്. ഈ സ്കൂളിൽ എല്ലാ വീട്ടിലും അങ്ങനെ തന്നെയാണ്. സ്കൂളിൽ പോയാൽ പിന്നെ വീടൊരു ഒഴിഞ്ഞിക്കണ മാതിരിയാണ്. സ്കൂളിൽ പോയിന്നതിൻ്റെ മുന്നേ ഒക്കെ വലിച്ച് വാരിട്ട് ഇവിടുത്തെ അവസ്ഥ അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഇതാ ഒരാൾ കളിച്ചാട് കാറൊക്കെ സൈഡാക്കി വെച്ച് പാർക്ക് ചെയ്ത് പോയതാണ് ഈ അവസ്ഥ ഈ കാണുന്നത്. അങ്ങനെ ഇതാ കുറേ ഡ്രസ്സൊക്കെ അടിക്കാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അടിച്ച് പിന്നെ എന്താ പറയുക അടിച്ചു വാരി പിന്നെന്താ കഴിഞ്ഞിട്ട് വേണം അടുത്ത് ഡ്രസ്സുകളൊക്കെ ഒക്കെ അലങ്കോലൊക്കെ ഇതൊക്കെ ഡ്രസ്സൊക്കെ അടിക്കാനുള്ളതായിരുന്നു. മോൾക്ക് സ്കൂളിൽ പരിപാടി ഉണ്ട്. അപ്പോൾ അതിനത്തേക്ക് അടിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയിലായിരുന്നു. പഠിച്ച് കഴിഞ്ഞ് ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ചു കഴിഞ്ഞാൽ എന്താ വെച്ചാൽ വെട്ടഷ്ടങ്ങൾ ഒരുപാടുണ്ടാവും ഗൈസ്. അപ്പം അതൊക്കെ ഇനി റെഡിയാക്കണം. അതാണ് പിന്നെ അടുത്ത ടാസ്ക്. ഇതായിരുന്നു ഇവിടെ ഇരുന്ന പരിപാടികൾ കണ്ടില്ല. ഒരുപാട് വെട്ടി ചെറിയ കഷ്ണങ്ങൾ ഒരുപാടുണ്ടാവും. അങ്ങനെ ഇതാ വേറെന്താണ് ഗൈസ് പറയൂ. പിന്നെ അതാ ചായ കൂടിയൊക്കെ കഴിഞ്ഞു കേട്ടോ. അതാ അങ്ങനെ പോണു. ഇതാ വാഷ് മെഷീൻ ഓണാക്കിയിട്ടിക്കണേ. പിന്നെ പരിപാടി കഴിഞ്ഞിട്ട് വാഷ് മെഷീൻ്റെ തിരുമ്മിഞ്ഞ് ചിക്കാനുണ്ട്. അങ്ങനെ രാവിലെ ആയ ഒരുപാട് പണികളുണ്ടാവും ഗൈസ്. അങ്ങനെ ഫൈനലി ഇതാ തുടക്കലൊക്കെ കഴിഞ്ഞിട്ടോ. മക്കളൊക്കെ പോയി സ്കൂളിലേക്ക് പോയതിന് ശേഷം തുടക്കലൊക്കെ കഴിഞ്ഞിതാ. ഇനി നമുക്ക് മുറ്റത്തേക്കൊന്ന് ഇറങ്ങി നോക്കണ്ട. മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോൾ ഇനിയിപ്പോൾ ഗ്യാസ് കുറച്ചൊരു പിശുക്കൽ തുടങ്ങിക്കണം കേട്ടോ. അഥവാ ഗ്യാസ് എങ്ങാനും കഴിഞ്ഞ് കിട്ടിയില്ലെങ്കിൽ അല്ലെങ്കിൽ ഞാൻ അടുപ്പ് കത്തിക്കലേ ഇല്ലായിരുന്നു. ഇപ്പം കത്തിക്കലൊക്കെ തുടങ്ങി മടിയൊക്കെ നിർത്തി വെച്ച് തുടങ്ങി ഗൈസ്. അങ്ങനത്തെ ഇതൊക്കെ ഇന്നലെ ഞാൻ കുറേ പണിയൊക്കെ എടുത്തിട്ട് മടുത്തപ്പോൾ ഞാൻ അവിടെ ഇട്ടിച്ച് പോയിരുന്നു കേട്ടോ. എന്താ ഈ 2 റമ്മിൽ ഞാൻ മീൻ വളർത്തി. എനിക്ക് ഇഷ്ടമാട്ടോ ഈ മീനൊക്കെ ഇങ്ങനെ വളർത്താമെന്ന് കരുതി കഴിക്കാൻ വലുതായിട്ട് മൊയ്യൊക്കെ ഇല്ലേ അങ്ങനത്തെ മീനാട്ടത്. അങ്ങനെ നമ്മൾ ഈ മീനും ഇറച്ചി അങ്ങനെയൊക്കെ ഇട്ട് കൊടുക്കില്ല അങ്ങനത്തെ മീനാണ് കേട്ടോ. എന്തൊക്കെ ഞാൻ ഓരോന്ന് ഇങ്ങനെ വാങ്ങിച്ച് കഴിച്ചിട്ടാണ് ഗൈസ്. ഇത് കിണറ്റിൽ വെള്ളം ഉണ്ടോ നോക്കാനേ. കിണറ്റിൽ കുഴപ്പമില്ല വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ ഗൈസ്. അങ്ങനെ ഇതാ അങ്ങനെ പോകുന്നു. എന്താ മോളെ വർക്കന മാറി എന്തിനുള്ള സമ്മാനം കിട്ടിയേ? വായിച്ചെടുത്തേനോ? ടീച്ചർ തന്നതാ? എന്താണ് സമ്മാനം? എന്താ അതിൻ്റെ ഉള്ളിൽ എന്താ ഉള്ളത്? പെൻസിലും മഞ്ജു. നമുക്ക് പൊട്ടിച്ച് വയ്ക്കാലോ? എന്നാ പൊട്ടിക്ക്. അടക്ക് യായു മാറിക്ക് യായു അടക്കട. ഓ സമ്മാനം പൊട്ടിക്കാൻ പറ്റില്ല. നോക്കട്ടെ യായു നോക്കട്ടെ. യായിന് കാണിച്ചെടുത്ത എന്താന്നുള്ളത് കാണിച്ച്. എന്താണ് സമ്മാനം കിട്ടിയത് നമുക്ക്? ഓനെടുക്ക് യായി കഴിക്ക്. എങ്ങനെയുണ്ട് യായ്യ? ഇടക്ക് എങ്ങനെയുണ്ട് യശുണ്ടോ? നോക്കട്ടെ. അയ്യവാ രസമുണ്ടോ? അടിക്കാണ് ഗൈസ്. അങ്ങനെ ഇതാ അടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം അടി നടന്നുകൊണ്ടൊക്കെയുണ്ട്. പിന്നെ ഇനിയിപ്പോൾ ഒരു ചുരിദാർ അടിച്ച് ഫുള്ളാക്കാണ്ട് കേട്ടോ. തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ ആദ്യം പാൻറ് അടിക്കട്ടെ എന്ന് കരുതിയതിന് ശേഷം വേണം ടോപ്പ് അടിക്കാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെയൊക്കെ ഓരോരോ തിരക്കിലാണ് ഗൈസ്. ഓക്കെ.